ധാക്കയിലെ വിസ അപേക്ഷാ കേന്ദ്രം അടച്ചു ഭാരതം. എംബസി ആക്രമിക്കുമെന്ന് മതമൗലികവാദികൾ ഭീഷണി ഉയർത്തിയിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തുമെന്നും മതമൗലികവാദികൾ. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഇത് ഒരു ഗൗരവകരമായ ഒരു വിഷയമായി മാറുന്നുണ്ട്. ധാക്കയിലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഭാരതം കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇന്ന് മതമൗലികവാദികൾ കൂടുതൽ ഭീഷണി ഉയർത്തുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അവിടെ മതമൗലികവാദികളും തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നേതാക്കളും ഭാരതത്തിനെതിരെ വലിയ രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ വേണ്ടിവന്നാൽ ഭാരതത്തിൻ്റെ എംബസി ആക്രമിക്കുമെന്നും കൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തും തുടങ്ങിയിട്ടുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെ കടുത്ത അതൃപ്തി ഇതിനോടകം തന്നെ ഭാരതം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശിൻ്റെ ഹൈ കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഭാരതം കടുത്ത അതൃപ്തി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പമാണ് ധാക്കയിൽ വിസ അപേക്ഷാ കേന്ദ്രം ഭാരതം നൽകുന്ന വിസ അപേക്ഷാ കേന്ദ്രം ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുള്ളത്. കൂടാതെ അവിടെ ഇന്ത്യൻ എംബസിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കടുത്ത അതൃപ്തിയാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ഈ ഇന്റേണൽ കാര്യങ്ങളിൽ, അതായത് ഭാരതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതും ബംഗ്ലാദേശിലെ ഇന്ത്യൻ എംബസി ആക്രമിക്കുമെന്നുള്ള പ്രസ്താവനകളും അത് തെറ്റായ നടപടിയാണ്, കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് ഭാരതം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നേരത്തെ ബംഗ്ലാദേശ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഭാരതം പുറത്താക്കുന്ന നടപടികൾ വരെ സ്വീകരിച്ചിരുന്നു. ഒപ്പം ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നുള്ള കാര്യമാണ്. അവിടെ വൻ കലാപം അരങ്ങേറിയപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ഷെയ്ഖ് ഹസീന അഭയം തേടിയത് ഭാരതത്തിൻ്റെ മണ്ണിലായിരുന്നു. അടുത്തിടെ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ഷെയ്ഖ് ഹസീനയെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്ന ആവശ്യമാണ് ബംഗ്ലാദേശ് ഉയർത്തുന്നത്. അതിനോട് പ്രതികരിക്കാൻ ഇതുവരെ ഭാരതം തയ്യാറായിട്ടില്ല. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമികൾ നടത്തിയിട്ടുള്ള വൻ കലാപത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ തകർന്നടിച്ചു എന്ന് മാത്രമല്ല, അവിടെയും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഹിന്ദുവും പാഴ്സിയും സിഖും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിക്രൂരമായ പീഡനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള ശബ്ദം ഭാരതം ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് ലോകവേദികളിൽ ഉറക്കെ പറയുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടും ഒപ്പം പാകിസ്ഥാനും ചൈനയും വലിയൊരു ഇടപെടൽ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നടത്താൻ ശ്രമിക്കുന്നു. അക്കാരണങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നേതാക്കളും തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നേതാക്കളും മത നേതാക്കളും ഭാരതത്തിൻ്റെ എംബസി ആക്രമിക്കുമെന്നും ഭാരതത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള അസമും മണിപ്പൂരും എല്ലാം ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ മേഖലയെ വേർപെടുത്തുമെന്നുമുള്ള വിഘടനവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളും തുടർ പ്രസ്താവനകളും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, ധാക്കയിലെ വിസ അപേക്ഷാ കേന്ദ്രം അടയ്ക്കുന്നു ഭാരതം. എംബസി ആക്രമിക്കുമെന്നാണ് മതമൗലികവാദികൾ ഭീഷണിപ്പെടുത്തുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തും എന്നും പറയുന്നു. ജിഷ്ണു, അതൊരു പ്രഖ്യാപനമാണല്ലോ. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വേർപെടുത്തും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിർത്തി കടന്നു വന്ന് ഭാരതത്തെ നോവിക്കാൻ ശ്രമിക്കുമെന്ന്. ഒരു തരത്തിലും അങ്ങനെ ഒരു സാധ്യതയോ കെൽപ്പോ ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഈ മതമൗലികവാദികൾ ഉന്നം വയ്ക്കുന്നത്? കൃഷ്ണരാജ്, അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അതിന് ബംഗ്ലാദേശിന് നിലവിൽ ശേഷിയില്ല. ബംഗ്ലാദേശിന് മാത്രമല്ല, ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഭാരതത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് നമ്മുടെ അഭിമാനത്തിന് മേൽ പോറലേൽപ്പിക്കാൻ ഇന്ന് നമ്മുടെ അയൽ രാജ്യങ്ങൾക്കൊന്നും ശേഷിയില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ബംഗ്ലാദേശിൽ നിലവിൽ ഒരു വലിയ കൈകടത്തൽ പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് ഭാരതവുമായി അത്രയധികം നീണ്ട
അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം. അതുകൊണ്ട് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളും നിലപാടും എടുക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ബംഗ്ലാദേശിൽ ചില ഇടപെടലുകൾ നടത്തുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നേതാക്കളുടെയും അവിടുത്തെ ഭരണത്തിൽ സ്വാധീനമുള്ള ചില നേതാക്കളുടെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നേതാക്കളുടെയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് ഭാരതത്തിലെ ഏതെങ്കിലും ഭൂപ്രദേശത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കാനോ അതിനുള്ള ശ്രമമോ ബംഗ്ലാദേശ് തുടങ്ങിയാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ബംഗ്ലാദേശിനെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഭാരതം പ്രഖ്യാപിച്ച കഴിഞ്ഞ കാലങ്ങളിൽ അടുത്തൊരു സൈനിക മേധാവിമാരും ഭാരതത്തിൻ്റെ കരുത്തുറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാം ചൂണ്ടിക്കാട്ടിയത് ഞങ്ങളെല്ലാ രാജ്യങ്ങളോടും സൗഹാർദ്ദപരമായി മുൻപോട്ട് പോകാൻ, അത് അഫ്ഗാനാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഇനി യുക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഏത് രാജ്യങ്ങളുമായും സൗഹാർദ്ദപരമായി മുൻപോട്ട് പോകാനാണ് ഭാരതം ശ്രമിക്കുന്നത്. അതിന് എല്ലാ രീതിയിലുമുള്ള ചർച്ചകൾ നടത്തും. പക്ഷേ ഭാരതത്തിന് മേൽ കടന്നു കയറി ഏതെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന പ്രഖ്യാപിത നയം നിലവിൽ ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഇത്തരം പ്രസ്താവനകളെല്ലാം തന്നെ വെറും പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ബംഗ്ലാദേശിന് നിലവിൽ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ഇന്ത്യൻ എംബസിക്ക് നേരെ ധാക്കയിലെ ഭാരത എംബസി ആക്രമിക്കുമെന്ന പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു. ഭാരതത്തെ വിഘടിപ്പിക്കുമെന്നുള്ള വിഘടനബദ്ധമായ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു. അതിലുള്ള കടുത്ത അതൃപ്തിയാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുകയും ധാക്കയിൽ ഭാരതത്തിൻ്റെ വിസ അപേക്ഷാ കേന്ദ്രം നിലവിൽ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, ധാക്കയിലെ വിസ അപേക്ഷാ കേന്ദ്രം അടച്ച് ഭാരതം എംബസി ആക്രമിക്കുമെന്ന മതമൗലികവാദികളുടെ ഭീഷണി വരുന്നു. മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തുമെന്ന പ്രഖ്യാപനം കൂടി മതമൗലികവാദികൾ നടത്തുകയാണ്. അതൊരു പക്ഷേ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തലാണോ എന്ന സംശയത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.